ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ക്വാർട്ടർലി റിസൾട്ടുകൾ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം നോക്കാനുള്ളത് MPS ലിമിറ്റഡ് ആണ്. 4387 കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ്, 24 അതിന്റെ PE റേഷ്യോ. അത് പ്രിന്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കമ്പനിയാണ്. അതിന്റെ 5 വർഷത്തെ ROC 36 നിന്ന് 38 ആകുന്നു, ഇപ്പം 39. ROE 28 നിന്ന് 29 ആകുന്നു, ഇപ്പം 31. ഇൻഡസ്ട്രി പീനെ കഴിഞ്ഞ് കൂടിയാണ് നിൽക്കുന്നത്. 8 ഇൻഡസ്ട്രി പി, 23 ആണ് 24-ലെത്തി PE റേഷ്യോ. ഓക്കെ, 86 ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, 1526 ഇൻട്രൻസിക് വാല്യൂ, 2568 ബുക്ക് മാർക്കറ്റ് റേറ്റ് നിൽക്കുന്നു. ഇനി നമുക്ക് റിസൾട്ടിലേക്ക് ഒന്ന് പോകാം. റിസൾട്ട് 50 ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അത് 77 ആയിട്ട് കൂടിയിട്ടുണ്ട്. 68 നിന്നാണ് 77 ആയിട്ട് കൂടിയിരിക്കുന്നത്. 27 OPM മാർജിൻ 34 ആയിട്ട് കൂടിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല റിസൾട്ടാണ്. 186 ടോപ്പ് ലൈൻ 224 ആയിട്ടും കൂടിയിട്ടുണ്ട്. നമുക്ക് അവരുടെ ഇൻവെസ്റ്റേഴ്സിനെ ഒന്ന് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ കയ്യിലുള്ള ഹോൾഡിംഗ് സ്റ്റേബിൾ ആണ്. മ്യൂച്വൽ ഫണ്ടുകാർ കൂട്ടിയിട്ടുണ്ട്. FIIs സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. സോറി, പബ്ലിക്കും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, ഇവിടെ കൂട്ടിയിരിക്കുന്ന FIIs ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ടുകാർ കൂട്ടിയിട്ടുണ്ട്, പബ്ലിക്കിന്റെ കയ്യിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, അടുത്തത് കാനറ റബോക്ക ആണ്. 5295 കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ്, 24 PE റേഷ്യോ. അത് ROC 40, 5 വർഷത്തെ ആവറേജ്, ഇടയ്ക്ക് വലിയൊരു പെർഫോമൻസ് കൂടും 45, 3 വർഷത്തെ ആവറേജ് ഇപ്പം 40 തന്നെ നിൽക്കുന്നു, സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ 31, 5 വർഷത്തെ ആവറേജ് 34, 30 ഇപ്പോഴത്തെ ROE. PE റേഷ്യോ ഇൻഡസ്ട്രി PE കഴിഞ്ഞ് താഴെയാണ് നിൽക്കുന്നത്. പെഗ് റേഷ്യോ വളരെ ഫേവറാണ്. കടം വളരെ കുറവാണ്. ഇൻട്രൻസിക് വാല്യൂ 288. അങ്ങനെ നോക്കുമ്പോൾ അണ്ടർ വാല്യൂ കമ്പനിയാണ്. 266 മാർക്കറ്റ് റേറ്റ് നിൽക്കുന്നു. നമുക്ക് റിസൾട്ട് നോക്കാം. കഴിഞ്ഞ ജൂണിൽ 82 കോടിയായിരുന്നു പ്രോഫിറ്റ്, ഇപ്പം 102 കോടിയായിട്ട് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും പ്രോഫിറ്റും കൂടി, OPM മാർജിനിലും കൂടിയിട്ടുണ്ട്. 121 ടോപ്പ് ലൈൻ ഗ്രോത്ത് 145 ആയിട്ടുണ്ട്. നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് ഒന്ന് നോക്കാം. FII പ്രൊമോട്ടർ സ്റ്റേബിൾ ആണ്. FII ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ടുകാർ ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട്. കൂട്ടിയിരിക്കുന്ന മുഴുവൻ പബ്ലിക്കിന്റെ ഭാഗത്തു നിന്നാണ്. അടുത്തത് ഗബ്രിയൽ ഇന്ത്യയാണ്. ഗബ്രിയൽ ഇന്ത്യയുടെ 20,393 കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ്, 56 അതിന്റെ PE റേഷ്യോ. ജസ്റ്റ് അതിന്റെ ഫണ്ടമെന്റൽ നോക്കുകയാണെങ്കിൽ 34 5 വർഷത്തെ ROC, അത് 34 3 വർഷത്തെ ROC സ്റ്റേബിൾ ആണ്. ലാസ്റ്റ് 12 മാസം 40. റിട്ടേൺ ഓൺ ഇക്വിറ്റി 25, ലാസ്റ്റ് 3 വർഷത്തെ ആവറേജ് ആണെങ്കിൽ 34 നിൽക്കുന്നത്. നല്ല രീതിയിൽ പെർഫോം ചെയ്തു പോകുന്നുണ്ട്. പിന്നെ അത് PE റേഷ്യോ നോക്കുകയാണെങ്കിൽ ആ സെക്ടറിലുള്ള ഒരു മിനിമം 56 PE റേഷ്യോയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓട്ടോ കമ്പോണൻസ് കമ്പനിയാണ്. ബോഷിന്റെ, ഭാരത് ബോർജിന്റെ ഒക്കെ കോമ്പറ്റേറ്റർ ആണ്. യുണോമിന്റയുടെ ഒക്കെ കോമ്പറ്റേറ്റർ ആണ്. ഒരു ഓട്ടോ പ്രോക്സി കമ്പനിയാണ്. ഓക്കെ, ഇൻഡസ്ട്രി PE കഴിഞ്ഞ് കുറച്ച് മുകളിലാണ് നിൽക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള കമ്പനികളുടെ PE റേഷ്യോയുടെ കമ്പയർ വലിയ PE റേഷ്യോ ഒന്നുമില്ല. ഓക്കെ, കടം ഉണ്ട്, എന്തായാലും കുഴപ്പമൊന്നുമില്ല, മാനേജബിൾ ആണ്. 602 ഇൻട്രൻസിക് വാല്യൂ. ബുക്ക് വാല്യൂ 95, 82 ഇതാണ് കഴിഞ്ഞ വർഷം 95 ആയിട്ട് ബുക്ക് വാല്യൂ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ റേറ്റ് 1424. നമുക്ക് അവർ റിസൾട്ട് ഒന്ന് നോക്കാം. 1234 കോടിയാണ് കഴിഞ്ഞ വർഷത്തെ ടോപ്പ് ലൈൻ ഗ്രോത്ത് എങ്കിൽ ഇപ്രാവശ്യം 1426 കോടിയായിട്ട് നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് കൊടുത്തിട്ടുണ്ട്. 118 കോടിയിൽ നിന്ന് 124 കോടിയായിട്ട് ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ ഒരു ഇടിവുണ്ട്. 10 ആണ് OPM മാർജിൻ. അവിടെയും ഒരു ചെറിയ പ്രഷർ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ഇയർ ഓൺ ഇയറിലും വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അവരുടെ ഇൻവെസ്റ്റേഷൻ ഒന്ന് നോക്കാം. പ്രൊമോട്ടർ സ്റ്റേക്ക് കൂട്ടിയിരിക്കുന്ന ഒരു കമ്പനിയാണ്. 55 നിന്ന് അവർ 63 ആയിട്ട് സ്റ്റേക്ക് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, FIIs സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിൽ നിന്ന് കുറച്ച് കുറഞ്ഞു. മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിൽ നിന്നും പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും ഇവിടെ പ്രൊമോട്ടറാണ് ഹോൾഡിംഗ് വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത്. അടുത്തത് മാസ്റ്റെക് ആണ്. 5333 കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ്, 12 അവരുടെ സ്റ്റോക്ക് PE. നമ്മൾ അവരുടെ ജസ്റ്റ് ഒരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ 21 നിന്ന് 17 ആയിട്ട് ഇടക്കാലം കൊണ്ട് ROC ഒന്ന് കുറഞ്ഞു വന്നു. അവിടുന്ന് പിന്നെ പതുക്കെ തിരിച്ച് കയറുന്ന ഒരു സമയമാണ്. 18 ഇപ്പോഴത്തെ ROC. ഇത് തന്നെ ROEയിൽ 17 നിന്ന് 15 ആയിട്ട് കുറഞ്ഞു വന്നു. 15.86, 15.57 ആയിട്ട് ROE നിൽക്കുന്നു. ഇൻഡസ്ട്രി PE കഴിഞ്ഞ് താഴെയാണ് നിൽക്കുന്നത്. ആ സെഗ്മെന്റിൽ ഒരു ആവറേജ് PE ആണ്. ഓക്കെ, PE റേഷ്യോ ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഓക്കെയാണ്. ഇൻട്രൻസിക് വാല്യൂ 3037 രൂപയാണ് ഇൻട്രൻസിക് വാല്യൂ. 965 രൂപയാണ് അതിന്റെ ബുക്ക് വാല്യൂ. 795 965 ആയിട്ട് ബുക്ക് വാല്യൂ ഇപ്പോൾ കൂടിയിരിക്കുന്നത്. 1719 മാർക്കറ്റ് റേറ്റ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു അണ്ടർ വാല്യൂ സ്റ്റോക്കാണ്. 137 നിന്ന് 151 ആയിട്ട് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 150 സ്റ്റേബിൾ ആണ്. OPM മാർജിൻ 15, ഇയർ ഓൺ ഇയർ 15 സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 16 എന്നുള്ളത് 15 ചെറിയൊരു ഇടിവ് വന്നിട്ടുണ്ട്. ഇൻവെസ്റ്റേഴ്സിന് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടറിന് മാറ്റമൊന്നുമില്ല.
FIIs കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് വരുന്നു എന്നുള്ളൊരു ഇഷ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. അതേസമയത്ത് തന്നെ മ്യൂച്വൽ ഫണ്ടുകാരെ കണ്ടിന്യൂസ് ആയിട്ട് കൂട്ടി വരുന്നു എന്നുള്ളതും നമുക്കിവിടെ കാണാൻ പറ്റും. പബ്ലിക്കിന്റെ കയ്യിൽ ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ നല്ല രീതിയിൽ കുറവാണ്. ഏതാണ്ട് ഒരു 6% പബ്ലിക്കിന്റെ കയ്യിൽ കുറവാണ്. ഓക്കെ, അഡാനി പവർ നമ്മുടെ ഫണ്ടമെന്റൽ അഡാനി പവറിന്റെ അത്ര ഇതല്ല. 20 5 വർഷത്തെ ROC, 24 3 വർഷത്തെ ROC ഇപ്പൊ 17 നിൽക്കുന്നു. റിട്ടേൺ ഓൺ ഇക്വിറ്റി 33 നിന്ന് 31, ഇപ്പൊ 21 ആയിട്ട് നിൽക്കുന്നു. PE റേഷ്യോ അണ്ടർ വാല്യൂ സ്റ്റോക്കാണ്, PE ഫേവറാണ്. ഓക്കെ, കടം ഉണ്ട്. ഓക്കെ, 4 മിനിമം വേണ്ട, ഇവിടെ 6 ഉള്ളൂ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഇൻട്രൻസിക് വാല്യൂ 100 രൂപ നിൽക്കുന്നിടത്ത് 216 രൂപയാണ് സ്റ്റോക്ക് റേറ്റ്, മാർക്കറ്റിന്റെ റേറ്റ്. ഓക്കെ, നമുക്ക് ഇവിടെ റിസൾട്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ റിസൾട്ട് നല്ല റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. 14,109 കോടി രൂപയുടെ ടോപ്പ് ലൈൻ ഗ്രോത്ത് 18,902 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 5,680 കോടി എന്നുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 7,949 കൂടിയിട്ടുണ്ട്. 40 നിന്ന് 42 OPM മാർജിൻ കൂടി, 33 നിന്ന് 42 OPM പെർസെൻറ്റേജും കൂടിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 3,305 കോടിയിൽ നിന്ന് 4,867 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. ഇയർ ഓൺ ഇയർ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബെറ്റർ റിസൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സിനെ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റർ സ്റ്റേബിൾ ആണ്, FII സ്റ്റേബിൾ ആണ്, മ്യൂച്വൽ ഫണ്ട് കുറച്ച് ഹോൾഡിംഗ് കൂട്ടിയിട്ടുണ്ട്, പബ്ലിക്കിന്റെ ഹോൾഡിംഗ് കുറച്ച് കുറച്ചിട്ടുണ്ട്. അടുത്ത IIFL ഫിനാൻസ് ആണ്. IIFL ഫിനാൻസ് 26,087 കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ്, 11 ഇതിന്റെ PE റേഷ്യോ. സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 10.87, 10.50, 10.87 ഒരു വലിയ മോശമല്ല, അത്ര ബെറ്ററും അല്ല, അങ്ങനെ ഒരു കണക്ക് നിൽക്കുവാണ്. ROE 13, 11, 12.61. ഇൻഡസ്ട്രി PE കഴിഞ്ഞ് താഴെയാണ് PE റേഷ്യോ നിൽക്കുന്നത്. കടം ഫിനാൻസ് കമ്പനിയാണ്, സ്വാഭാവികമായിട്ടും ഉണ്ട്. 827 ഇൻട്രൻസിക് വാല്യൂ, അതിനെ കഴിഞ്ഞ് താഴെയാണ്. ബുക്ക് വാല്യൂ 327. ഓക്കെ, ഒരു ഫേവർ വാല്യൂ സ്റ്റോക്കാണ്. റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് ലൈൻ ഗ്രോത്ത് 2,953 കോടിയിൽ നിന്ന് 3,919 കോടിയായിട്ട് 1000 കോടിയുടെ റവന്യൂ കൂടിയിട്ടുണ്ട്. 397 കോടിയിൽ നിന്ന് ഇയർ ഓൺ ഇയറിൽ നോക്കുമ്പോൾ 989 ആയിട്ട് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്, ഫിനാൻസിങ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. 13 നിന്ന് 25 OPM മാർജിൻ കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ബെറ്റർ റിസൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഫിഗേഴ്സ് ആണ്. പ്രൊമോട്ടർ സ്റ്റേബിൾ ആണ്. FIIs കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളും കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇത് ഒരു വലിയ കൺസേൺ ആണ്. പബ്ലിക്കിന്റെ കയ്യിൽ കുറച്ച് കൂടി നിൽക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇന്ന് വന്നിരിക്കുന്നതിനകത്ത് ഇത്രയും ഒക്കെ ഉള്ളൂ. പിന്നെ ബജാജ് ഓട്ടോ ഇന്നലെ നമ്മൾ പറയാതെ വിട്ടൊരു സ്റ്റോക്കാണ്. ബജാജ് ഓട്ടോ നിങ്ങളുടെ ഫണ്ടമെന്റൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 27, 29, 28 ROC വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ROE 23, 26, 29 ROE വളരെ ബെറ്റർ ആയിട്ട് നിൽക്കുവാണ്. ഓക്കെ, പിന്നെ അവരുടെ ഇൻഡസ്ട്രി PE 37, 25 ഇപ്പോഴത്തെ PE റേഷ്യോ നിൽക്കുന്നത്. കടം കുഴപ്പമൊന്നുമില്ല. 7,726 രൂപയാണ് ഇൻട്രൻസിക് വാല്യൂ, 1,389 രൂപയാണ് ബുക്ക് വാല്യൂ, 10,998 രൂപയാണ് മാർക്കറ്റ് റേറ്റ്, ഇന്നത്തെ മാർക്കറ്റ് റേറ്റ്. അവരുടെ ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ 2,793 ആണ് അവരുടെ ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ വർഷം ജൂണിലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്കിൽ ഇപ്പൊ 4,528 കോടി, നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് കൊടുത്തിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 3,075 നിന്നാണ് 4,528 ആയിട്ട് വന്നിരിക്കുന്നത്. ഇതുപോലെ 13,133 രൂപയുടെ സെയിൽസ് നടന്നത് ഇപ്പൊ 21,689 കോടി രൂപയുടെ സെയിൽസ് ആണ് നടന്നത് എന്ന് പറയുമ്പോൾ എത്രത്തോളം നല്ല ഗ്രോത്ത് ആണ് സെയിൽസിലും പ്രോഫിറ്റിലും കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓപ്പറേറ്റിംഗ് മാർജിൻ 25% എന്നുള്ളത് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 17% എന്നുള്ളത് 21%ലേക്ക് കൂട്ടിയിട്ടുമുണ്ട്. നമുക്ക് ജസ്റ്റ് ഇൻവെസ്റ്ററിനെ നോക്കാം. പ്രൊമോട്ടർ സ്റ്റേബിൾ ആണ്, FII കൂട്ടിയിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ട് കുറച്ചിട്ടുണ്ട്, പബ്ലിക്കിന്റെ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ അടുത്ത നല്ല റിസൾട്ടുകളുമായിട്ട് നാളെ കാണാം. താങ്ക് യു.